രാജ്യത്തെ വിവിധ സമുദായങ്ങളുടെ സാമ്പത്തിക, വിദ്യാഭ്യാസ, സാമൂഹ്യ പിന്നാക്കാവസ്ഥ പഠിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് വിവിധ കമ്മീഷനുകൾ നിയമിക്കപ്പെടാറുണ്ട്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ക്രൈസ്തവ വിഭാഗങ്ങളുടെ സമാനമായ പ്രശ്നപരിഹാരത്തിനായി നിയമിക്കപ്പെട്ട ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് സർക്കാർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് എന്നത് തന്നെ ഇന്നും ദുരൂഹമായി നിലനിൽക്കുകയാണ്. ഇപ്രകാരമുള്ള റിപ്പോർട്ട് പുറത്തുവിടാൻ ഇത്രയും കാലയളവ് എന്തിനെടുത്തു എന്നതിന് യാതൊരു മതിയായ വിശദീകരണവുമില്ല. ഏറെ മുറവിളികൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട റിപ്പോർട്ടിൽ ക്രൈസ്തവ സമുദായത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൃത്യമായി വരച്ചുകാട്ടുകയും പരിഹാര നിർദ്ദേശങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് തികച്ചും ആശ്വാസകരം തന്നെ. പക്ഷേ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കാണിച്ച അകാരണമായ കാലതാമസം എന്നതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അധികാരികൾക്കും വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും തികഞ്ഞ നിസ്സംഗതയും താല്പര്യക്കുറവും ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. ക്രൈസ്തവ സമുദായ നേതൃത്വങ്ങളുമായി ഫലപ്രദമായി ചർച്ച ചെയ്യപ്പെടാനോ നടപ്പിലാക്കാൻ ആവശ്യമായ അടിയന്തര സാഹചര്യങ്ങൾ ഒരുക്കുവാനോ കഴിയാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്താണ് റിപ്പോർട്ട് സമർപ്പണവും പേരിനൊരു ചർച്ചയും സംഘടിപ്പിച്ചത് എന്നത് തന്നെയാണ് ഈ സംശയത്തിന് ഇടയാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോ മുന്നണി നേതൃത്വങ്ങളോ ഇക്കാര്യത്തിൽ പരസ്യമായ നിലപാടുകൾ പറഞ്ഞിട്ടില്ലാത്തത് സമുദായത്തിന് ആശങ്ക ഉളവാക്കുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് സമുദായ നേതൃത്വവുമായി ചർച്ച നടത്തി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ മര്യാദയാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ.